ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ അപകടങ്ങൾ തുടർക്കഥയായിട്ടും നടപടിയില്ല. അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ച് തിങ്കളാഴ്ച രാവിലെ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. മങ്കൊമ്പ് തെക്കേക്കര ശ്രീനിലയത്തിൽ സുമ സജിയാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. സുമയ്ക്കൊപ്പം നടന്നു വരികയായിരുന്ന സുഹൃത്ത് ലതയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോഡിന് ഇരുവശത്തെയും നടപ്പാതകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. തെക്കേക്കരയിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന സുമ സജിയെയും അയൽവാസി തെക്കേക്കര ബ്രഹ്മമഠത്തിൽ ലതയെയും വീടിന് സമീപം വെച്ച് ആലപ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ പിറകിൽ നിന്ന് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും തെറിച്ചു വീണു. തലയ്ക്ക് പരിക്ക് പറ്റിയ സുമ തൽക്ഷണം മരിക്കുകയായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച പകൽ 4-ന് വീട്ടുവളപ്പിൽ നടക്കും. ഗുരുതരമായി പരിക്കേറ്റ ലതയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വാഹനത്തിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. അലക്ഷ്യമായ ഈ വണ്ടിയോടിയിൽ നമ്മുടെ പോലീസ് അധികാരികളും മറ്റുള്ളവരും നിയന്ത്രിച്ചില്ലെങ്കിൽ അപകടങ്ങൾ ഇപ്പം നിരന്തരമാണ്. മാസത്തിൽ ഒരു മരണം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ മാസം ഒരു പത്രം ഇടുന്ന ആളും മരിച്ചു. പിന്നെ ഇപ്പൊ ഈ സ്ത്രീ, ഒരു പാവപ്പെട്ട സ്ത്രീ മരിച്ചു. ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സൈഡിലെങ്കിലും ഒരു ഫുട്പാത്ത് ക്ലിയർ ആക്കി തരിക. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആവശ്യം. നമുക്ക് മറ്റൊന്നും വേണ്ട. ഇനിയെങ്കിലും ഒരാൾ മരിക്കാതിരിക്കുക ഈ കാരണത്താൽ. പിന്നെ 100,000 കണക്കിന് കുട്ടികളും തള്ളമാരും ഈ കൊണ്ടുണ്ട്. ഇതിനകത്ത് കാലുപോയ വട്ടം ഒടിഞ്ഞു. ഇതിങ്ങനെ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ ആരാ വരുന്നു? അപ്പൊ അതിനൊരു പരിഹാരം കാണുക, അത്രേ ഉള്ളൂ. അല്ല നമുക്ക് വ്യക്തിപരമായ ഒരു വൈരാഗ്യം ആരോടും ഇല്ല. അതേസമയം പുനർനിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ അപകടങ്ങൾ തുടർക്കഥയായിട്ടും അധികാരികൾ പരിഹാര നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന ആരോപണവും ശക്തമാണ്. AC റോഡിന്റെ ഇരുവശത്തെയും നടപ്പാതകൾ പലയിടങ്ങളിലും പൂർത്തിയാകാതെ കിടക്കുന്നു. അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങൾക്കും അപകട മരണങ്ങൾക്കും ഇതാണ് പ്രധാന കാരണമെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. നമ്മുടെ ഊരാളുകളുടെ അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ ഓട നിർമ്മാണത്തിൽ നിന്നുമാണ് ഈ ഒരു അപകടത്തിൽ ഈ ജീവൻ നമുക്ക് നഷ്ടപ്പെടേണ്ടി വന്നത്. കാരണം നമുക്കറിയാം, ഇതിന്റെ പുറകിൽ ബാക്കിലോട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഈ ഫുട്പാത്തിൽ ഇതുവരെ ഇത്ര ഒരു 5-6 മാസമായിട്ട് ഈ ഫുട്പാത്ത് ഇത് കണക്ക് കിടക്കുക. സ്ലാബ് ഇട്ടിട്ടില്ല, ഒന്നുമില്ല. അവര് വന്നിരിക്കുന്ന ഈ ഫുട്പാത്തിന് പുറത്തോടാണ് നടന്ന് വന്നിരിക്കുന്നത്. നേരെ മറിച്ച് ഈ ഫുട്പാത്ത് ശരിയായിരുന്നെങ്കിൽ ഈ സൈഡുകളിൽ ഇങ്ങനെ 2 സൈഡും ഇങ്ങനെ അവരുടെ ഇതിൽ സിസ്റ്റമാറ്റിക്കലി ഒരു ബാരിക്കേഡ് നിർമ്മിക്കുമായിരുന്നെങ്കിൽ അതിനകത്തോടെ നമുക്ക് നടന്നു പോകാം. ഏറ്റവും കൂടുതൽ ആളുകൾ 2 സൈഡ് നടക്കുന്ന ഈ പാർട്ടി ഓഫീസ് മുതൽ മങ്കൊമ്പ് പമ്പ് വരെയുള്ള സ്ഥലങ്ങളിൽ 2 സൈഡിലും നല്ല ജനസാന്ദ്രതയുള്ള ഒരു ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. നമുക്കറിയാം, ഒരു വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. AC റോഡിൽ മങ്കൊമ്പ് പാർട്ടി ഓഫീസിനും ബ്ലോക്ക് ജംഗ്ഷനും ഇടയിലാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. സമയബന്ധിതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാത്തതും വാഹനങ്ങളുടെ അമിത വേഗതയും മൂലം സമീപവാസികളായ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത്. ഇപ്പൊ ഇതിന് മുമ്പ് തൊട്ടടുത്ത് 2 മാസം 1 മാസം മുമ്പ് തൊട്ടടുത്ത് തന്നെ ഈ അപകടം നടന്നതിന്റെ സെയിം സ്ഥലത്താണ് ഒരു ജീവനും കൂടെ പോയത്. അതിനു മുമ്പ് ഒത്തിരി ജീവൻ ഈ സാഹചര്യങ്ങളിൽ പൊലിഞ്ഞിട്ടുണ്ട്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന് AC റോഡ് എന്നാണ് ചുരുക്കപ്പേര്. 24 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിന് പക്ഷേ മരണത്തിന്റെ തണുപ്പാണെന്ന് പ്രദേശവാസികൾ പറയും. സമീപവാസികളായ നിരവധി കുടുംബങ്ങളെ അനാഥമാക്കിയ ഈ പാതയിൽ ഇനിയും ചോര വീഴാൻ അനുവദിച്ചുകൂടാ. അധികാരികളുടെ അടിയന്തര ശ്രദ്ധ വിഷയത്തിൽ പതിയേണ്ടതുണ്ട്. ക്യാമറാമാൻ സനോജ് ഷാജിക്കൊപ്പം VR വിനോദ്, KCV ന്യൂസ്.